ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി പ്രശ്നത്തെ സംബന്ധിച്ച ചർച്ചകൾക്കായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി ചർച്ച നടത്താൻ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഇന്ത്യയിലേക്ക്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ യുഎസുമായുള്ള ബന്ധം ഉലയുന്നതിനിടെ റഷ്യയും ചൈനയുമായി ഇന്ത്യ അടുക്കുന്നത് ലോകം ഉറ്റുനോക്കുമ്പോഴാണ് സന്ദർശനം. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ടിയാൻജിനിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്താനിരിക്കുന്ന യാത്രയ്ക്ക് മുന്നോടിയായാണ് വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്നിവർ പ്രധാനമന്ത്രിക്കൊപ്പം ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഗാൽവാൻ സംഘർഷത്തിനു ശേഷം 2024 ഒക്ടോബറിൽ മുൻപ് എങ്ങനെയായിരുന്നുവോ അതേ സ്ഥിതിയിലേക്ക് സൈന്യത്തെ പിൻവലിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനമെടുത്തിരുന്നു. ചില മേഖലകളിൽ ഇനിയും ഇത് പൂർത്തിയാകാനുണ്ട്. ഈ സാഹചര്യത്തിൽ ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. 2019 ശേഷം ആദ്യമായാണ് മോദി ചൈനയിൽ സന്ദർശനം നടത്തുന്നത്. ചൈനീസ് പൗരന്മാർക്ക് വിനോദസഞ്ചാരത്തിനായുള്ള വിസ അനുവദിക്കുന്നതിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ അടുത്തിടെ ഇന്ത്യ നീക്കിയിരുന്നു. ചൈനയിലേക്ക് വിമാന സർവീസുകൾ വീണ്ടും തുടങ്ങാൻ വ്യോമയാന കമ്പനികൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കോവിഡ് ലോക്ക്ഡൌണിന്റെ കാലത്താണ് ചൈനയുമായി നേരിട്ടുള്ള വ്യോമഗതാഗതം ഇന്ത്യ നിർത്തിയത്. ജമ്മു കാശ്മീരിലെ ബാരാമുല്ലയിൽ ഭീകരരുടെ നുഴഞ്ഞുകയറ്റം തടയുന്നതിനിടെ 2 ഇന്ത്യൻ സൈനികർക്ക് വീരമൃത്യു. ഷിബായ് ബനോത് അനിൽകുമാറാണ് അതിലൊരാൾ. രണ്ടാമത്തെ ജവാന്റെ പേര് സൈന്യം പുറത്തുവിട്ടിട്ടില്ല. 2 സൈനികർക്ക് പരിക്കേറ്റെന്നും വിവരമുണ്ട്. ഭീകരരെ സഹായിക്കാൻ പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്തു. ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചു. നിയന്ത്രണ രേഖയോട് ചേർന്ന് ബാരാമുല്ലയിലെ ഉറി സെക്ടറിലാണ് നുഴഞ്ഞുകയറ്റ ശ്രമം ഉണ്ടായത്. ഇവിടെ നിന്ന് ഇന്ത്യൻ സൈനികരുടെ ശ്രദ്ധ തിരിക്കാൻ പാകിസ്ഥാന്റെ ബോർഡർ ആക്ഷൻ ടീം ഉറിയിലെ ഫോർവേഡ് പോസ്റ്റിന് നേരെ തുടർച്ചയായി നിറയൊഴിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി ആരംഭിച്ച ആക്രമണം ഇന്ന് പുലർച്ചെ വരെ നീണ്ടു. ഓപ്പറേഷൻ അഖാൽ എന്ന പേരിൽ ദക്ഷിണ കശ്മീരിൽ ഭീകരവാദികളെ കണ്ടെത്താനുള്ള സൈനിക നടപടി തുടരുന്നതിനിടെയാണ് വീണ്ടും നുഴഞ്ഞുകയറ്റ ശ്രമം ഉണ്ടായത്. ഓപ്പറേഷൻ അഖാലിന്റെ ഭാഗമായി 5 ഭീകരവാദികളെ സുരക്ഷാസേന വധിച്ചിരുന്നു. ഓഗസ്റ്റ് 1 ആരംഭിച്ച ദൗത്യം കഴിഞ്ഞ 13 ദിവസമായി തുടരുകയാണ്. CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് SFIO അന്വേഷണത്തിന്റെ രേഖകൾ BJP നേതാവ് ഷോൺ ജോർജിന് നൽകണമെന്ന പ്രത്യേക കോടതി വിധി ഹൈക്കോടതി റദ്ദാക്കി. ഇത് സംബന്ധിച്ച് ഷോൺ ജോർജ് സമർപ്പിച്ച ഹർജി തള്ളിയാണ് CMRLന്റെ ഹർജി അനുവദിച്ച് ജസ്റ്റിസ് VG അരുൺ ഉത്തരവായത്. തങ്ങളെ കേട്ടിട്ടില്ലെന്ന CMRLന്റെ വാദം കൂടി കണക്കിലെടുത്ത് ഷോൺ പ്രത്യേക കോടതിയിൽ സമർപ്പിച്ച ഹർജി വീണ്ടും പരിഗണിക്കാനും ന്യായമായ ഉത്തരവ് പുറപ്പെടുവിക്കാനുമാണ് കോടതി ഉത്തരവിട്ടിട്ടുള്ളത്. കരിമണൽ കമ്പനിയായ CMRLും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കുമായുള്ള ഇടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഷോൺ ജോർജ് കോടതിയെ സമീപിച്ചിരുന്നു. ഇതിനു പിന്നാലെ കമ്പനികാര്യ മന്ത്രാലയം SFIO അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ഷോൺ ജോർജ് പ്രത്യേക കോടതിയെ സമീപിച്ചു. തുടർന്ന് അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകാൻ കോടതി ഉത്തരവിട്ടെങ്കിലും അനുബന്ധ രേഖകൾ ലഭിക്കാത്തതിനെതിരെ ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചു. എന്നാൽ കേസിൽ പ്രതിസ്ഥാനത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള തങ്ങൾക്ക് നോട്ടീസ് പോലും അയക്കാതെയാണ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നുകാട്ടി CMRLും ഹൈക്കോടതിയെ സമീപിച്ചു. ഷോൺ ജോർജിന് കേസുമായി യാതൊരു ബന്ധവുമില്ല. അദ്ദേഹത്തിന് അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകാൻ ഉത്തരവിട്ടിരിക്കുന്നത് റദ്ദാക്കണം. SFIO അന്വേഷണം സംബന്ധിച്ച കേസ് ഡൽഹി ഹൈക്കോടതി മുൻപാകെയുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് തത്സ്ഥിതി തുടരണമെന്നാണ് ഹൈക്കോടതി ഉത്തരവ്. എന്നാൽ ഷോൺ ജോർജിന് രേഖകൾ നൽകിയാൽ ഇത് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുമെന്നും CMRL വാദിച്ചു. തുടർന്നാണ് ഇന്ന് ഹൈക്കോടതി ഉത്തരവ്. അലാസ്കയിൽ വെള്ളിയാഴ്ച നടക്കുന്ന ഉച്ചകോടിക്ക് ശേഷം യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ കനത്ത അനന്തരഫലങ്ങൾ നേരിടേണ്ടി വരുമെന്ന റഷ്യയ്ക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയും യൂറോപ്യൻ നേതാക്കളും പങ്കെടുത്ത വെർച്വൽ യോഗത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആദ്യം വേണ്ടത് റഷ്യ യുക്രൈൻ വെടിനിർത്തലാണെന്നും സമാധാന കരാർ പിന്നീട് മതിയെന്നും യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി പറഞ്ഞു. യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയുടെ നിലപാടിനെ യൂറോപ്യൻ നേതാക്കൾ പിന്തുണച്ചു. വെടിനിർത്തലിന് ഡൊണാൾഡ് ട്രംപ് പിന്തുണ നൽകിയെന്നും ഉച്ചകോടിയിൽ യുക്രൈന് പ്രാതിനിധ്യം വേണമെന്നും സെലൻസ്കി ആവശ്യപ്പെട്ടു. ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടക്കുന്ന അലാസ്കയുടെ ഉച്ചകോടിക്ക് ശേഷം ഡൊണാൾഡ് ട്രംപ്, വ്ളാഡിമിർ പുടിൻ, വൊളോഡിമിർ സെലൻസ്കി ചർച്ച നടത്തുന്നതും വേദിയും സംബന്ധിച്ചും നേതാക്കൾ സംസാരിച്ചു.